സഖാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ഏറെ കാലമായി ഖത്തറിന്റെ രാഷ്ട്രീയ, കലാ, സാഹിത്യ മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയമായ സംഘടനയാണ് അടയാളം ഖത്തർ. അടയാളം അതിൻ്റെ ഏതൊരു പരിപാടിക്കും, സംഘടിപ്പിച്ച മറ്റേതൊരു കാര്യപരിപാടികൾക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യം വെച്ച് പുലർത്തുകയും അതിനെ പിന്തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ഖത്തറിലെ മറ്റ് സാംസ്കാരിക സംഘടനകളിൽ നിന്നും അടയാളത്തെ വ്യത്യസ്തമായ ഒരു സംഘടനയാക്കി മാറ്റിയിരിക്കുന്നത്. അതേ രാഷ്ട്രീയ ബോധ്യത്തിലാണ് സമര കവിതകൾ, സമരസപ്പെടാത്ത കവിതകൾ എന്ന തലക്കെട്ടോടുകൂടി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടയാളം ഇത്തരം ഒരു പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കലാസൃഷ്ടികൾ, കവിതകൾ, കഥകൾ, ലേഖനങ്ങൾ, നോവലുകൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോട് കലഹിച്ചും നിരന്തരമായി പരിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികളാണ്, കവിതകളാണ്, കഥകളാണ്, ലേഖനങ്ങളാണ് കലാധിപത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മർദ്ദക ഭരണകൂടത്തിനെതിരെ, സാമ്രാജ്യത്തിനെതിരെ, അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, വർഗവിവേചനത്തിനെതിരെ ഇങ്ങനെ നീണ്ടുപോകുന്ന നിരവധി പ്രതിഷേധങ്ങൾക്ക് ചൂരും പകർന്നത് അതിശക്തമായ നിരവധി ഭരണകൂടങ്ങളെ, നിയന്ത്രണ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞത് ഇത്തരം പ്രതിഷേധ സാഹിത്യങ്ങൾക്ക് ചരിത്രത്തിൽ അഭൂതമായ പങ്ക് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഒരു നൂറ്റാണ്ടോളം കാലത്തിൽ പഴക്കമുള്ള കവിതകൾ, ലേഖനങ്ങൾ, സാഹിത്യങ്ങൾ നമ്മൾ നിരന്തരം ഇന്നും നമ്മുടെ പ്രതിഷേധങ്ങൾക്കും സമരാഹ്വാനങ്ങൾക്കും നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പതിറ്റാണ്ടുകളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം അത്തരം സാഹിത്യങ്ങളെ, അത്തരം കവിതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. പാലസ്തീനിൽ, ബംഗ്ലാദേശിൽ, ഇന്ത്യയിൽ, മ്യാൻമാറിൽ, ശ്രീലങ്കയിൽ അങ്ങനെ നിരവധി ലോകരാജ്യങ്ങളിൽ നമ്മൾ ഇന്നീ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കവിതകൾ, ഇത്തരത്തിലുള്ള മുദ്രാവാക്യ കവിതകൾ നിരന്തരമായി ആഹ്വാനം ചെയ്യപ്പെടുകയും നിരന്തരമായി പാടി ഈ പ്രതിഷേധ കാലത്തെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലും അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന, ചൂഷണത്തിനെതിരെ നിരന്തരം കരയിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ എല്ലാ സഖാക്കൾക്കും ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അടയാളത്തിന്റെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഇവിടെ പങ്കെടുത്തവരും ഇനി വരാനുള്ളവരുമായ എല്ലാവരെയും വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടിച്ചേർത്തോളട്ടെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ, ഇതിന്റെ ചർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ, എന്നാൽ അടയാളത്തിൽ ഈ പരിപാടിയുടെ ഈ സമയത്ത് ഓർക്കപ്പെടാതിരിക്കാൻ പറ്റാത്ത ചില വ്യക്തിത്വങ്ങളെ നമ്മൾ അനുസ്മരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യയിലെ സമുചിതനായ, ആദരണീയനായ ഇടതുപക്ഷ നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സഖാവ് യെച്ചൂരിയെ, നമ്മൾ സീതാറാം യെച്ചൂരിയെ ഈ പരിപാടിയിൽ ഈ സ്വാഗത പ്രസംഗത്തിന് ശേഷം സഖാവ് സുധീർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതായിരിക്കും. അതുകൂടാതെ ദളിത് ആക്ടിവിസ്റ്റ്, എഴുത്തുകാരൻ, ലെഫ്റ്റ് ഐഡിയോളജിക്കൽ എഴുത്തുകാരനും കൂടിയായ, ട്രൈബൽ എഡ്യൂക്കേഷന് വേണ്ടി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന KJ ബേബിയുടെ അനുസ്മരണം സഖാവ് പ്രദോഷ് ഈ വേദിയിൽ ഇതിനുശേഷം സംസാരിക്കുന്നതായിരിക്കും. അമേച്ചർ നാടകങ്ങളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയനായ ഷോബി സൂര്യകാന്ത്, അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ, അനുസ്മരിക്കുവാൻ ഫിറോസ് മുഫൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയുടെ ഭാഗമായും, ഈ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി
ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഖാവ് സുധീറിനെ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചു. സീതാറാം യെച്ചൂരി ഇന്നലെയാണ് നമ്മെ പോയിട്ടുള്ളത്. ഇടത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീരാത്ത നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജീവിതയാത്ര വളരെ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ തന്നെ വളരെ ത്യാഗനിർഭരവും, അതേസമയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വ്യത്യസ്തമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്താനും കൂടി കഴിഞ്ഞ ഒരു സഖാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ ഈ വിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പൂർണ്ണമായിട്ടും എല്ലാ കാര്യത്തിലും യോജിക്കുന്ന ഒരാളല്ല. അതേസമയം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉയർന്ന ജനാധിപത്യവും ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ സാമൂഹ്യ ബോധവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ വർഗവിഭജിതമായ ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനത്തിനോടൊപ്പം 100% ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നൈതികതയെയും കമ്മ്യൂണിസ്റ്റ് ബോധത്തെയും ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമായിരുന്നില്ല, ഉന്നതമായ അക്കാദമിക പാണ്ഡിത്യമുള്ള ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായി. എന്നാൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന തരത്തിൽ സിദ്ധാന്തങ്ങളെ വളരെ ലളിതമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. അതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളുണ്ട്. പക്ഷേ EMSന് ശേഷം പിന്നെ ഇത്രയും ലളിതമായി സിദ്ധാന്തങ്ങളെ ബഹുജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് CPM പോലൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം EMSന് ശേഷം വേറെ ഉണ്ടോ എന്നുള്ളത് തർക്കമുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പില്ല. അത്രക്കും ലളിതമായ രീതിയിലാണ് അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. ഉറുദു, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ഭാഷകളിലും അദ്ദേഹം സംസാരിക്കുന്നത് കൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന കാരണം കൊണ്ടും അദ്ദേഹത്തിന് ഇന്ത്യയിലെ വിശാലമായ ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ആ അവസരത്തെ ഏറ്റവും ഗുണകരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി എന്നാണ് എന്റെ ഒരു തോന്നൽ. നമുക്ക് അറിയാം, 1975 അടിയന്തരാവസ്ഥ വന്നത്. 75 മുതൽ 77 വരെ 2 വർഷത്തോളം അടിയന്തരാവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. നമുക്കറിയാം, രാജ്യത്തെ ഒരു കറുത്ത ദിനം എന്നാണ് ഇന്ത്യൻ ചരിത്രത്തിലും ആഗോള ചരിത്രത്തിലും ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളും ജനാധിപത്യാവകാശങ്ങളും സാമൂഹ്യമായ ജനതയുടെ സാധാരണമായ അനുഭവങ്ങൾ
ജനാധിപത്യവാദികളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ വലിയ തോതിലുള്ള ചർച്ച, വലിയ തോതിലുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന ഘട്ടത്തിൽ യെച്ചൂരി അന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ 1977 അദ്ദേഹം കുറെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു വലിയ സമരം നടത്തുകയാണ്. ജയനുവിൽ നിന്നാണ് ആ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അന്നത്തെ വലിയൊരു വിദ്യാർത്ഥി കൂട്ടം തന്നെ ഈ സമരത്തിന്റെ മുന്നിലുണ്ട്. അവര് വലിയ ഒരു നിവേദനം സമർപ്പിക്കുന്നു. ഈ നിവേദനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ആ തുടർന്നുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു. ആ പരാജയപ്പെട്ടുവെങ്കിലും ഇന്ദിരാഗാന്ധി ജയന്തിന്റെ ചാൻസലർ സ്ഥാനം ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചാൻസലർ സ്ഥാനം ഉപേക്ഷിക്കണം, ഈ പശ്ചാത്തലത്തിൽ ചാൻസലർ സ്ഥാനം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കളായിട്ടുള്ള ജയന്തിന്റെ വിദ്യാർത്ഥി സമൂഹം അക്കാലത്ത് ഏറ്റവും വലിയ സമരം ആ കോളേജ്, ആ യൂണിവേഴ്സിറ്റി ഈ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് സംഘടിപ്പിക്കുന്നത്. ഈ സമരക്കാരോട് ഇന്ദിരാഗാന്ധി ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ വൈസ് ചാൻസലർ സ്ഥാനം ഉപേക്ഷിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന ഡിമാൻഡ് വെച്ചതോടുകൂടി അദ്ദേഹത്തിന് അവർക്ക് വലിയ അവരുടെ മുഖത്തെ വെളിച്ചമൊക്കെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷെ അവർ ആദ്യമൊന്നും അതിന് സമ്മതിച്ചില്ലെങ്കിലും നിരന്തരമായ വിദ്യാർത്ഥി സമരങ്ങളുടെ ഭാഗമായി അവസാനം അവർക്ക് ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പിന്മാറേണ്ടി വരികയാണ്. അവർ ആ സ്ഥാനം രാജിവെച്ച് ഒഴിക്കുകയാണ് ചെയ്തത്. ആ സമരത്തിന്റെ മുൻപന്തിയിൽ അന്ന് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പേരാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഏറ്റവും വളരെ കേവലമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ അങ്ങനെയുള്ള ഒരാളോ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സമര ചരിത്രം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് ജയന്തിയിലെ ഒരു അന്തരീക്ഷം, ഒരു ഇടതുപക്ഷ അന്തരീക്ഷം അദ്ദേഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഒരു പരിധിയോളം അദ്ദേഹം ആ ഒരു അവസരത്തെ വളരെ കൃത്യമായി ഉപയോഗിക്കുകയും ഇന്ത്യയിലെ പല ഇന്റലക്ച്വൽസും ഉണ്ടായി വന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന അർത്ഥത്തിൽ അവരുമായിട്ടുള്ള സംവാദങ്ങളും നിരന്തരമായ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു ഇന്ത്യക്ക്, ഒരു ജനാധിപത്യ ഇന്ത്യയുടെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി സജ്ജമാക്കുന്നതിനുള്ള ഒരു പാഠവേദിയായിട്ട് ഈ യൂണിവേഴ്സിറ്റിയെ അദ്ദേഹം ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് ആ നിലവാരത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടത്. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഉന്നത ബിരുദങ്ങളായിട്ടുള്ള PhD കാലത്തുമൊക്കെ SFIയിലൂടെ, അതുപോലെ തന്നെ SFIയുടെ ഉയർന്ന തലങ്ങളിലൊക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം 3 തവണ തുടർച്ചയായി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അത് ഈ സന്ദർഭത്തിലാണ്, ഈ പിന്നെ JNU കാലഘട്ടത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, JNU കാലഘട്ടം ഇന്ത്യയിലെ മറ്റേതൊരു ബുദ്ധിജീവികളെയും പോലെ തന്നെ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയിലെ മർദ്ദിത ബഹുജന കോടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുവാനും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാനും ഒക്കെയുള്ള മാനസികവും സൈദ്ധാന്തികവുമായിട്ടുള്ളൊരു അടിത്തറയായി ഈ യൂണിവേഴ്സിറ്റി ജീവിതം മാറി. അതിനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. അത് അദ്ദേഹം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ വിജയിക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 96 അതുപോലെ തന്നെ 96 ജ്യോതി ബാസു അന്ന് ഇടതുപക്ഷത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാന മന്ത്രി ആകാൻ കിട്ടിയ അവസരം വേണ്ടെന്ന് വെക്കുകയാണ് ഇടതുപക്ഷം അന്ന് ചെയ്തത്. അതിൽ വേണ്ട എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച
ആൾ കൂടിയാണ് സീതാറാം യെച്ചൂരി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ഞാൻ വളരെ ചുരുക്കി എൻ്റെ ഈ ഇത് അവസാനിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ചെയ്തു വെച്ച സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഏതൊരു കമ്മ്യൂണിസ്റ്റ്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം, ഈ ചെറിയ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭാവനമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതിശക്തമായി, സംഘപരിവാർ രാഷ്ട്രീയത്തെ അദ്ദേഹം എതിർത്തു പോകുന്ന അടിയുറച്ച നിലപാട് വെച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സീതാറാം യെച്ചൂരി. അതുപോലെ തന്നെ വലതുപക്ഷത്തിന്റെ നിയോ ലിബറൽ നയങ്ങൾക്കെതിരെ കൃത്യമായ ഒരു ബദൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം അടിമുടി വാദിച്ചുകൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ നേതാവ് കൂടിയാണ്. അർത്ഥത്തിൽ തൊഴിലാളികളെയും അതുപോലെ തന്നെ കർഷക ബഹുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബൗദ്ധികമായ ഒരു അടിത്തറയും സമരങ്ങളെ നേരിട്ട് അവരെ പ്രചോദനം നൽകുന്ന ഒരു പ്രവർത്തനത്തിന്റെ ശൈലിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളരെ സുസ്മേധപരനായി എന്ന് പറയുന്നത് പോലെ വളരെ എല്ലാവരോടും വളരെ സോഫ്റ്റ് കോർണറായി നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ യെച്ചൂരി എന്ന കാര്യത്തിൽ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനാധിപത്യത്തെ നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അവിതർക്കിതമായി തന്നെ പറയാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല, മറിച്ച് ജനാധിപത്യവാദികൾക്കും ഇന്ത്യക്കാകെ പ്രത്യേകിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയത്തിൽ യെച്ചൂരിയെ പോലുള്ള ഒരു സഖാവിന്റെ വിയോഗം അത് തീർത്താൽ തീരാത്തതാണ്. അത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യയിലെ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനാധിപത്യവാദികളെ സംബന്ധിച്ചും ഇടത്തോളം ഒരേപോലെ തീരാനഷ്ടമായ ഒരു കാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഉയർത്തിപ്പിടിക്കാനും അനുകരിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും പ്രചോദനവും അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ വേർപാടിൽ